മാധവനാട് പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പഞ്ചായത്ത് അധ്യക്ഷന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയപാതയിലെ ടോൾ ഒഴിവാക്കാൻ വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളിലൂടെ കടന്നു പോകുന്നത് തടയാൻ കർശന നിയന്ത്രണ നടപടികളെടുക്കാൻ യോഗം ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി മേഖലയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനും ട്രാഫിക് പരാതികൾക്കും അടിയന്തര പരിഹാരം കാണാനായാണ് യോഗം കൂടിയത്. ദേശീയപാതയിലെ ടോൾ ഒഴിവാക്കാൻ വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളിലൂടെ കടന്നു പോകുന്നത് തടയാൻ കർശന നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാൻ യോഗം ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. പട്ടർക്കല്ല് വെട്ടിച്ചിറ റോഡിൽ സ്കൂൾ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും നിലവിൽ സർവീസ് റോഡുകൾ താൽക്കാലികമായി 2-വേ സംവിധാനത്തിലായതുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാനും സമീപവാസികൾക്കും സ്കൂൾ ബസ്സുകൾക്കും ടോൾ ഇളവ് ലഭ്യമാക്കാനുമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. അതേസമയം പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും നിർബന്ധമായും കയറണമെന്ന് യോഗം നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ദീർഘദൂര ബസ്സുകൾ വെട്ടിച്ചിറ ടൗൺ വഴി പോകണമെന്ന കർശന നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു. വെട്ടിച്ചിറ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കും. ചുങ്കം ഭാഗത്തെ സർവീസ് റോഡിലെ യാത്രാക്ലേശങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യം ഉയർന്നു. പഞ്ചായത്ത് അധ്യക്ഷൻ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസ് ഓഫീസർമാർ, വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ, NHAI ഉദ്യോഗസ്ഥർ, ഓട്ടോ ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ, വാർഡ് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.